ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു സ്പെഷ്യൽ സൺഡേ ആണ്. ഒരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോവാണ്. അതിൻ്റെ ഒരു പുറപ്പാടും കാഴ്ചകളുമാണ് ഈ കാണുന്നത്. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെയുള്ളൊരു കാഴ്ചകൾ എല്ലാ കുടുംബത്തും ഉണ്ടാവുമല്ലോ. അതന്നെ ഇവിടെ സംഭവിച്ചേക്കണം. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അവിടെ പോയിരിക്കുക. അവിടെ പോകണം. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഹോൾ ഫാമിലി ആയിട്ട് പോകുന്നത് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഞാനും ഏട്ടനും എപ്പോഴും പോകാറുണ്ടെങ്കിലും അച്ഛനും അമ്മയും അധികം പോകാറില്ല. അപ്പം ഞങ്ങൾ കരുതി അവരൊന്ന് അകത്ത് പോയി തൊഴുകട്ടെ, ഞങ്ങൾക്ക് പോപ്പി ഉണ്ടല്ലോ, അപ്പോൾ പോപ്പീനെയും കൊണ്ടുവന്ന് തൃശ്ശൂർ സ്ക്വയറൊക്കെ ഒന്ന്, സ്ക്വയറല്ല മീൻസ് തൃശ്ശൂർ ആ വടക്കുംനാഥൻ്റെ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് ഒന്ന് നടക്കാം എന്നൊക്കെ കരുതി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയേക്കാണ്. ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്കമാലിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് അങ്കമാലി. ഞങ്ങളുടെ വീടിനടുത്ത് വെരി ക്ലോസ് ആണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ പോയിട്ട് വൈകിട്ട് വരാനുള്ള ഒരു പരിപാടിയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ റോഡിലധികം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ പൊതുവേ അങ്ങനെ പുറത്ത് പോകണമെങ്കിൽ സൺഡേ തന്നെയാണ്. യെസ്, വീക്കെൻഡാണ്, എന്നാലും പ്രോബബ്ലി ഞങ്ങൾ സൺഡേ തന്നെയാണ് തിരഞ്ഞെടുക്കാറ്, സാറ്റർഡേനേക്കാളും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ ഞങ്ങൾ കാറിൽ ക്യാരി ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ പോപ്പി ഉള്ളത് കാരണം പോപ്പിക്ക് വേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞങ്ങൾ എവിടെയും കൊണ്ടുപോകും. അപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എന്താ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ നോക്കുകയും അവളെ നോക്കാനും പിടിക്കാനും ഒക്കെ ബാക്ക് സീറ്റിലും ആളുണ്ടല്ലോ. അപ്പോൾ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെ അവൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കും. ഉറക്കം തന്നെയാണ് അവൾ മാക്സിമം ചെയ്യുക. അവൾ കംഫർട്ടബിൾ ആണെന്ന് കണ്ടാൽ അപ്പോൾ ഉറങ്ങും. എന്നാലും ഇങ്ങനെ മിററിൽ കൂടെ നോക്കലും അതും ഇതും പിന്നെ മുമ്പിലേക്ക് ചാടാൻ നോക്കലും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്കും ഒരു ഹാപ്പിനെസ് ആവും, ഞങ്ങൾക്കും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തൃശ്ശൂർ ഇപ്പോൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. പ്ലെൻറ്റി ഓഫ് ടൈംസ്. ഞങ്ങൾ അത്ര അധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. ഇതിന് മുൻപും ഞാൻ ബ്ലോഗുകളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ എറണാകുളം, തൃശ്ശൂർ, അതുപോലെ തന്നെ തിരുവനന്തപുരം. ഇതിന് വല്ലാത്തൊരു ഫീലാണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അമ്മയും അച്ഛനും രണ്ട് വഴി നോക്കണം. എൻ്റെ പോപ്പി കുഞ്ഞ് എങ്ങോട്ടേക്കോ കയറി പോകുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് തൃശ്ശൂർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്. എനിക്ക് മാത്രമല്ല എൻ്റെ ഫാമിലിക്കും വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പോഴും വെറുതെ പോകണം എന്ന് വിചാരിച്ചു വെറുതെ ശോഭാ മാളിൽ പോവും. ഏതാണെന്നൊന്നുമില്ല. വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയി തൊഴുത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് പിന്നെ ശോഭ മോളിൽ കയറി അവിടെ നിന്ന് ഫുഡും കഴിച്ച് ഷോപ്പ് ചെയ്ത് അങ്ങനെ ഇങ്ങ് പോരും. അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു റിലീഫാണ്, ഒരു റിലാക്സേഷൻ എന്നൊക്കെ പറയില്ലേ, അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ എനിക്ക് അറിയാമല്ലോ, ബുക്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എവിടോ എനിക്ക് സ്വർഗമാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ DC ബുക്ക് സ്റ്റോൾ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെയും കയറും. അവിടെ കയറിക്കഴിഞ്ഞ് കുറച്ച് പുസ്തകമൊക്കെ ആയിട്ട് തിരിച്ച് കുറച്ച് ഷോപ്പും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ യാത്രയുടെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ അച്ഛനും അമ്മയ്ക്കും പോയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ അവിടേക്കൊന്ന് ചുറ്റിപ്പറ്റിയൊക്കെ നടക്കും പോപ്പീനെയും കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് മെയിൻ അജണ്ട എന്ന് പറയുന്നത് മണ്ണൂത്തി പോകാന്നുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ മണ്ണൂത്തിന്ന് ചെടി വാങ്ങിച്ചുകൊണ്ട് വരലൊക്കെ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം അത്യാവശ്യം നന്നായിട്ട് ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോഗൻവില്ല കളക്ഷൻ ഇപ്പം വളരെ കുറച്ച് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് ഇല്ലാത്ത 2-3 കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ മനസ്സിലോർത്തിട്ടാണ് ഇന്ന് അവിടെ പോയിട്ട് വാങ്ങിക്കണം. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമുണ്ട് കേട്ടോ, മണ്ണൂത്തിയിൽ എവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ ചെടികളൊക്കെ വാങ്ങിക്കുന്നതെന്നുള്ളതും കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാന അജണ്ട. അങ്ങനെ എല്ലാം കൂടി ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങ് പോകുന്നത് തന്നെ. ഈ ഒരു ട്രിപ്പ് ആക്ച്വലി ഞങ്ങൾ പോകുന്നത് Jan 26 റിപ്പബ്ലിക് ഡേയുടെ അന്ന് കേട്ടോ. ഈ ഫുട്ടേജൊക്കെ അന്നത്തെ ദിവസത്തെയാണ്. പിന്നെ ഞങ്ങൾ അതിന് ശേഷം തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞപ്പം അതിൻ്റെ ക്ലിപ്പൊക്കെ ആയി. പിന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞപ്പം ഇതൊരു സൈഡായി. പിന്നെ ഞങ്ങൾ ആലോചിച്ച അയ്യോ ഇതാണല്ലോ ഞങ്ങളുടെ പ്രൈമായിട്ടുള്ള സംഭവം. ഞങ്ങൾ ഇപ്രാവശ്യത്തെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ഇവിടെ തുടങ്ങിയാണ്. വടക്കുംനാഥൻ്റെ അവിടെ പോയി ഈ ഫുട്ടേജോട് കൂടിയാണ് ഞങ്ങളുടെ അങ്ങനെ
കംബാക്ക് എന്നുള്ള രീതിക്ക് ഞങ്ങൾ തുടങ്ങിയേക്കുന്നത്. അങ്ങനെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. ക്രൗഡ് മീൻസ് അവിടെ പരേഡും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നോർമൽ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തല്ല ഞങ്ങൾ അന്നേ ദിവസം പാർക്ക് ചെയ്തത്. അവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്താ പറയുക, പോലീസിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഞങ്ങൾ കണ്ടില്ലേ, കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗം കുറച്ച് ക്രൗഡഡ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പാർക്കിങ്ങിന് ഞങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. തൃശ്ശൂർ ആ ഭാഗത്ത് ഇഷ്ടമായൊരു സ്ഥലമുണ്ട്. അങ്ങനെ പരേഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോലീസും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. സാധാരണ ഞങ്ങൾ ഇവിടുത്തെ ഈ പടിഞ്ഞാറേ നടയിലാണ് ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നടക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കളക്ടറും പിന്നെ വേറെ ഏതോ മേലുദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ സ്ലോ ആയിട്ട് അതൊക്കെ ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പം ഞങ്ങൾ അങ്ങനെ പോയി. ഞങ്ങൾ വടക്കേ ഭാഗത്താണ് ഞങ്ങൾ കാർ പാർക്ക് ചെയ്യുന്നത് കേട്ടോ ഈ വട്ടം. എന്തായാലും നമുക്ക് അവിടെ എവിടെയാണെങ്കിലും പാർക്കിംഗ് സൗകര്യമുണ്ട്. അതാണ് തൃശ്ശൂർ ഈ ഭാഗത്തെ ഏറ്റവും വലിയ ഗുണം. എനിക്ക് തോന്നുന്നു സൺഡേസിൽ 11-ന് ശേഷം ഒരുപാട് വണ്ടികൾ അവിടെ പാർക്കിങ്ങിന് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ 11 മണിക്ക് ശേഷം എനിക്ക് തോന്നുന്നു അവർ ചാർജ് ചെയ്യുന്നുമുണ്ട്. വലിയ ഒരു എമൗണ്ട് ഒന്നും അല്ല, ഒരു നിസ്സാര എമൗണ്ട് ആണ്. എന്നാലും നമുക്കൊരു സമാധാനമല്ലേ. ആ ഭാഗത്താണെങ്കിൽ നല്ല തണലുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ കാറാണെങ്കിലും ചൂടായി നമ്മൾ അങ്ങനെ അങ്ങോട്ട് വിഷമിക്കുകയില്ല. സേഫായിട്ട് നമുക്ക് അവിടെ പാർക്ക് ചെയ്യുകയും ചെയ്യാം. അത് ഞങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പത്തെ ഒരു വട്ടം ഞായറാഴ്ച പോയപ്പോഴും ഞങ്ങൾ 11 മണി എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം 11 മണിയോട് കൂടി അവിടെ നട അടയ്ക്കുകയല്ലേ. അപ്പോൾ ആ സമയത്ത് വരെ അവർ പിരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവട്ടം ഞങ്ങൾ കൊടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഓക്കെ ഇവിടെ 11 മണിക്ക് ശേഷം ചാർജബിൾ ആണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും. അങ്ങനെ ഞങ്ങൾ അവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തു. അച്ഛനെ അമ്മേനെയൊക്കെ നടയുടെ അവിടെ തന്നെ ഞങ്ങൾ ഇറക്കി. അപ്പോൾ അവരെ അങ്ങോട്ട് തൊഴാൻ പോയി. പിന്നെ ഞങ്ങളുടെ ഈ നടപ്പായിരുന്നു. ഞാൻ കുറച്ച് നേരമൊക്കെ അവിടേക്ക് ഇങ്ങനെ നടന്ന് കുറച്ചൊക്കെ നമുക്ക് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വന്നു കഴിയുമ്പോൾ ആ ഒരു ആൽമരവും ആ ഭാഗമൊക്കെ ഒന്ന് കാണണമല്ലോ. അപ്പം ഞാനൊന്ന് വന്നതൊക്കെ ഒന്ന് കണ്ട് ഒരു സന്തോഷം അല്ലേ. ആ വടക്കുന്നാഥനിൽ പോയിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വൺസ് എങ്കിലും നിങ്ങൾ പോകണം കേട്ടോ. നല്ലൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിനെ പറ്റി പറയാൻ തന്നെ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ പോയപ്പോൾ ഇയറിങ്സ് കണ്ടു. ഇതെൻ്റെ അടുത്ത വീക്ക്നെസ്സാണ്. അവിടെ നിന്ന് ഞാൻ 2 ഒപ്പിച്ചു. അപ്പോൾ എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട്, നല്ല കളക്ഷനാണ്. ഇതാട്ടോ ഒരെണ്ണം, വേറൊരെണ്ണം അതും. അങ്ങനെ 2 ഇയറിങ്സ് ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടാണ് ഞാൻ പിന്നെ ഏട്ടൻ്റെ അടുത്തേക്ക് പോയത്. പിന്നെ ഞാനും പോപ്പിയും പിന്നെ ഏട്ടനും ഒക്കെ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം അങ്ങനെ നടന്നു. കുറേ നേരം അവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് മുഷിക്കുമല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം ഉലാത്തിക്കൊണ്ടേയിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ പോപ്പി ദ സെലിബ്രിറ്റി. ആളുകൾ ഒരുപാട് പേര് അവളെ കാണാൻ വന്നു. എവിടെ നിന്നാണ് വാങ്ങിയെന്നും ഡീറ്റെയിലൊക്കെ ചോദിച്ചു. ഡീറ്റെയിൽസൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു. ഒരുപാട് പേരൊന്ന് തൊട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് നടക്കണ്ടായിരുന്നു. കുറച്ച് അടുത്തൊക്കെ അവളൊന്ന് മയത്തിൽ നിന്നു. പിന്നെ എല്ലാം ആസ് യൂഷ്വൽ തൊടാൻ സമ്മതിച്ചില്ല. പിന്നെയാണ് അച്ഛനെയും അമ്മേനെയും കണ്ട സന്തോഷം കാണുമ്പോൾ നമ്മൾ ചോദിക്കും അച്ഛനെയും അമ്മേനെയും കണ്ടിട്ടാണ്. അല്ല, അച്ഛൻ പായസം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അവൾക്ക് മണം പിടിച്ചു, അതിൻ്റെ സന്തോഷമാണ് ആ കാണുന്നത്. എത്രയും പെട്ടെന്ന് അതൊന്ന് ഉള്ളിലാക്കണം എന്നുള്ള ആ ഒരു വ്യഗ്രതയിലാണ് പുള്ളിക്കാരി നിൽക്കണം. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല അവൾക്കാണെങ്കിൽ. ഈ പായസം അവൾ കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ആദ്യമായിട്ട് കഴിച്ചത് അവിടെ നിന്നാണ്. അങ്ങനെ ഞങ്ങൾ മണ്ണൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത അജണ്ട അതാണല്ലോ, ചെടി വാങ്ങുക എന്നുള്ളത്. അപ്പം ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന സ്ഥലത്തേക്കുള്ള പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഒരുപാട് നമുക്കിങ്ങനെ ഫൂട്ടേജസ് കിട്ടും നല്ല ഭംഗിയായിട്ട്. ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നോക്കുമ്പം എന്ത് രസമാണ് ആ സ്ഥലം എന്ന് തോന്നും. നല്ല ചൂടും കൂടിയാട്ടോ, അതും പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ പോയ സമയത്തും നല്ല ചൂടാണ്. ഇപ്പം പിന്നെ പറയേ വേണ്ട, അതിനേക്കാളും ചൂടാണ്. മാർച്ച് മാസം നമുക്കറിയാലോ. എന്നാലും ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇവളുടെ കുറുമ്പും കാര്യങ്ങളൊക്കെ കാണും. അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി ആസ്വദിച്ച് സന്തോഷിച്ച് സമാധാനമായിട്ട് അങ്ങനെ യാത്ര ചെയ്തു. ബാഗ് മാറ്റിയൊക്കെ വീടായിട്ടില്ലടാ, വീടാവട്ടെ കേട്ടാ.
അങ്ങനെ ഞങ്ങൾ പട്ടിക്കാട് എത്തി. പട്ടിക്കാട് ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസിൽ എപ്പോഴൊക്കെ ഈ ഭാഗത്തെ കൂടെ പാസ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങൾ വാങ്ങിച്ചൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അത് ഇവിടെയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതാണിത്, കോക്കനട്ട് വാട്ടർ. ഇവിടെ ഏതൊരു ഭാഗത്ത് തന്നെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതാണിത്. പക്ഷേ ടേസ്റ്റ് അപാരമാണ്. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ മസ്റ്റായിട്ടത് വാങ്ങാറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചെടി വാങ്ങുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ഇലയുടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. ഞങ്ങളതൊക്കെ ഓൾറെഡി വാങ്ങിയതാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടത് ബോഗൻവില്ലയായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ എല്ലാവർക്കും വിശന്നു തുടങ്ങി. ആ സമയമായപ്പം നമ്മുടെ പോപ്പിയുടെ ഒരു വിഷമം കണ്ടില്ലേ, പോപ്പിക്കും വിശന്നു. അപ്പോൾ അച്ഛനും അമ്മയും റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാതെ ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് കൊടുത്തു. അവളത് കഴിക്കണതിൻ്റെ ഒരിതാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ച ചെടിയാട്ടോ ആ 2 ഇരിക്കുന്നത്. ചില്ലി റെഡിനൊക്കെയാണ് പോയത്. പക്ഷേ ചില്ലി റെഡിനെ കൊടുക്കത്ത വില പറയാൻ വയ്യ. പിന്നെ അച്ഛനും അമ്മയും കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഏട്ടനൊന്ന് പോയി നോക്കിയപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു മുട്ട കിട്ടി, അത് അവൾക്ക് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ ഊഴായി. ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. ഇത് കണ്ടോ, മട്ക ബിരിയാണി എന്നൊക്കെ പറയുന്ന രീതിക്കുള്ള ഒരു ബിരിയാണി. ഒരു സാധാരണ ബിരിയാണിയാണ്, പക്ഷേ ടേസ്റ്റിയാണ്. നമുക്കൊന്നും ഒന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് കഴിക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ നല്ല വിശപ്പായതുകൊണ്ട് മൂക്കുമുട്ട കഴിച്ചു. നല്ല ടേസ്റ്റി ആട്ടോ. ഞങ്ങൾ ആ ഭാഗത്ത് വരുമ്പം ഇവിടെ നിന്നാണ് കഴിക്കാറുള്ളത്. നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി പരിപാടി അവിടെ തന്നു. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ദിവസം വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി അച്ഛനും അമ്മയ്ക്കും തൊഴാൻ പറ്റി. ഞങ്ങൾ അവിടെ മുഴുവൻ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഞങ്ങൾ ചെടി വാങ്ങാൻ വേണ്ടി വന്നു, പട്ടിക്കാട് കയറി. അതുപോലെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഞങ്ങൾ ഇളനീര് വാങ്ങി, അത് കുടിച്ചു. അങ്ങനെ ഞങ്ങളുടെ എല്ലാം ബക്കറ്റ് ലിസ്റ്റിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ടിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക്, ഞങ്ങളുടെ സ്വസ്തിയിലേക്ക് എത്തി. വളരെ സന്തോഷമായിരുന്നു അന്നത്തെ യാത്ര. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.